മഴയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ വീണ്ടും നമുക്ക് പോകാം. മഴ കുറഞ്ഞുവെങ്കിലും ആശങ്ക ഒഴിയുന്നില്ല. കോഴിക്കോട് കുറ്റിക്കടവ് ചെറുപുഴയിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ ചെറുപ്പ കുറ്റിക്കടവ് ഭാഗത്തെ വീടുകളിൽ കയറിയ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാവൂർ കുറ്റിക്കടവിലാണ് ഉള്ളത്. ഇവിടെ നോക്കിയാൽ കാണാം, വെള്ളം കയറി സമീപത്തെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. നിരവധി ആളുകൾ ഇവിടെ നിന്ന് മാറി താമസിച്ചിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ചെറുപുഴയുണ്ട്. ആ ചെറുപുഴ കര കവിഞ്ഞ് ഇവിടേക്കുള്ള വയലിലേക്കും ഒപ്പം തന്നെ ഈ വാഴത്തോട്ടത്തിലേക്കും കയറി വാഴയ്ക്ക് മുകളിലേക്കൊക്കെ ആയിട്ടാണ് വെള്ളത്തിന്റെ നിരപ്പ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ ഇതിനേക്കാൾ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ പകൽ അത്രത്തോളം മഴ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അല്പം വെള്ളം ഇന്നലെ രാത്രിയോടെ ഇവിടെ നിന്നും വലിഞ്ഞിട്ടുണ്ട്. പക്ഷേ രാത്രിയിലൊക്കെ ശക്തമായ മഴ പല മേഖലയിലും ലഭിച്ചിട്ടുണ്ട്. ചെറുപുഴ ഇപ്പോഴും കരകവിഞ്ഞ് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സമീപത്തെ വീടുകളിൽ നിന്നൊക്കെ ഇതിനോടകം തന്നെ ആളുകൾ അവരുടെ ബന്ധു വീട്ടുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഈ കുറ്റിക്കടവ് മേഖല ഏതാണ്ട് ഒറ്റപ്പെട്ട രീതിയിലാണ്. ഈ വാഹനങ്ങളൊന്നും എല്ലാ വാഹനങ്ങളും കടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിൽ ഇവിടെ ഉണ്ട്. ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്നലെ രാവിലെ ഒരു 10 മണി വരെ കനത്ത മഴയായിരുന്നു. ഈ കുറ്റിക്കടവ് മേഖല ഏതാണ്ട് ഒറ്റപ്പെട്ട പോലെയാണ്. ഇപ്പോൾ കുറ്റിക്കടവ് മേഖല ഒറ്റപ്പെട്ട രീതിയിലാണുള്ളത്. കാരണം ഈ റോഡും പിന്നെ കോഴിക്കോടേക്ക് അതിലെ റോഡുണ്ട്, പെരിയങ്ങാട്. അപ്പോൾ അവിടെ ചെട്ടിക്കടവിൽ അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ നേരെ ഓപ്പോസിറ്റ് കണ്ണിപ്പറമ്പ് ഭാഗത്തേക്കും വെള്ളം കയറിയിട്ടുണ്ട്. കുറ്റിക്കടവ് ഒരു ദ്വീപ് പോലെ ആയിപ്പോയി. ഇന്നലെ ഒരുപാട് പേര് അവിടെ നിന്ന് ക്യാമ്പുകളിലേക്ക് മറ്റുമൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് വീടുകളിലേക്ക് വെള്ളം കയറിയില്ല എന്നുള്ള രീതിയിലാണുള്ളത്. ഏതാണ്ട് ഒരു പുഴയ്ക്ക് സമാനമായ രീതിയിലാണ് റോഡ് കിടക്കുന്നത്. അത് അവഗണിച്ചുകൊണ്ടാണ് വാഹനം വരുന്നത്. അപകടകരമായ രീതിയിൽ തന്നെയാണ്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇതുപോലെയുള്ള മേഖലകളിലൂടെയുള്ള യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എല്ലാ മഴക്കാലത്തും ഇങ്ങനെയാണോ? വലിയ രീതിയിൽ വെള്ളം കയറാറുണ്ടോ? എല്ലാ മഴക്കാലത്തും ഇവിടെ വെള്ളം കയറാറുണ്ട്. റോഡ് മുങ്ങാറുണ്ട്. പിന്നെന്താ വെച്ചാൽ നമുക്ക് ഇത് കോഴിക്കോടേക്ക് പോകുന്നതും പിന്നെ MBR ക്യാൻസർ സെന്റർ എന്ന പ്രമുഖ റോഡാണിത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും ഇവിടെ ഒരു 10-2000 കുടുംബങ്ങളുണ്ട്. ചില സമയത്ത് മഴ പെയ്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. വയനാട് നിലമ്പൂർ ഭാഗത്തേക്കൊക്കെ മഴ പെയ്താലാണ്, മഴയും ഉരുൾപൊട്ടലും ഉണ്ടായാലാണ് ഇവിടെ വെള്ളം ചെറുപുഴ ചാലിയാർ തിങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാണ് ഒരു പ്രശ്നമാണ്. ഇവിടുന്ന് വെള്ളം ഒഴിഞ്ഞു പോകാത്തൊരു വിഷയം വരും. അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ്. ഏതായാലും എപ്പോഴും വെള്ളക്കെട്ട് അല്ലെങ്കിൽ മഴക്കാലത്ത് വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശമാണ്. ഉള്ളിലേക്ക് ഒരുപാട് വീടുകളിലേക്ക് ഇതുപോലെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നോ? കുറെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കുറെ ആൾക്കാർ കുറച്ച് സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. പുതിയ ആൾക്കാരൊക്കെ, പരിചയമില്ലാത്ത ആൾക്കാരെ കുറെ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കറണ്ടൊന്നും ഇന്നലെ തീരെ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാൻ ഇവിടുന്ന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഈ ഭാഗം റോഡിൽ വെള്ളത്തിലാവും, അപ്പുറത്തെ റോഡൊക്കെ വെള്ളത്തിലാവും. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇവിടുന്ന് എങ്ങനെയും പോകാൻ പറ്റില്ല. പിന്നെ വലിയൊരു ബുദ്ധിമുട്ടാണത്. മഴക്കാരിങ്ങനെ നിൽക്കുമ്പോൾ വലിയൊരു ആശങ്കയുണ്ടോ? ഇത് സമയത്തും മഴ വീണ്ടും വരാം, വീണ്ടും വെള്ളം കൂടുതൽ കൂടിയേക്കാം. ഇപ്പോൾ ഇറങ്ങുകയാണ് വെള്ളം. അതുകൊണ്ട് മഴ ഇനിയും വന്നു കഴിഞ്ഞാൽ, അന്തരീക്ഷ സ്ഥിതികൾ മാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ ഇതാവും. ഇത് എല്ലാ വർഷവും ഇങ്ങനെ സംഭവിക്കുന്നതാണ്. മഴ കൂടുമ്പം പിന്നെയും വെള്ളം വരും. ഒരുപാട് വീടുകൾ പോയി ഒഴിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പം ഇന്നൊരാശ്വാസത്തിലാണ് രാവിലെ വെള്ളം കുറഞ്ഞതുകൊണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു മന്ദഗതിയിൽ നിൽക്കുന്നതുകൊണ്ട് ഇനിയും സംഭവിക്കാൻ സാധ്യത ഉണ്ട്. നല്ല രീതിയിൽ വെള്ളം കയറിയോ കടയിലേക്ക്? കടയിലൊക്കെ ഫുള്ള് വെള്ളം കയറിയതാ. ഏകദേശം വെള്ളം കയറിയതാണ്. നിങ്ങൾ കണ്ടാറുണ്ട് ഏകദേശം ചുറ്റുപാട്. സാധനങ്ങൾ കുറെ നശിച്ചോ? സാധനങ്ങൾ കുറെ കിട്ടും, കുറെ പോകും. വെള്ളപ്പൊക്കല്ലേ, നമ്മൾ എത്ര എടുത്ത് വെച്ചാലും കുറെ ബാലൻസ് ഉണ്ടാവും. മെയിനായിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഈ വന്ന ശരിക്ക് ഈ റോഡിന് ലേശം ഹൈറ്റ് കൂട്ടാനുള്ള ഒരു സംവിധാനങ്ങൾ സർക്കാരിനോട് പറഞ്ഞ ഏർപ്പാടാക്കിയിട്ട് ഈ ഏരിയ കുട്ടികളോട് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്ന് ഒരു അത്യാവശ്യ ഘട്ടത്തിന് ഒരു മനുഷ്യനും ഒരു ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നിനും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ കണ്ണിപ്പറമ്പ് റോഡിലേക്കായാലും ചെത്തിക്കടവ് ഭാഗത്തേക്കായാലും ഈ റോഡിലായാലും ഫുള്ളും വെള്ളം കൊണ്ടിട്ട് ഒരു മനുഷ്യർക്കും പുറത്തേക്ക് പോകാൻ കഴിയില്ല. ഒരു അപകട സാധ്യത എന്ത് വന്നാലും പെട്ടെന്ന് തീരെ പുറത്തോട്ട് പോകാൻ. അതുകൊണ്ട് ഈ 1-2 റോഡുകൾ ഒന്ന് ഹൈറ്റ് കൂട്ടി കിട്ടിയാൽ ജനങ്ങൾ പോകാൻ പറ്റിയൊരു കുളത്തിലായി കിട്ടും. അതിനുള്ള സംവിധാനം കിട്ടിയാൽ വലിയ ഉപകാരം. മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഈ കാണുന്ന വെള്ളം അത് വൈകാതെ തന്നെ ഇറങ്ങിപ്പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരുള്ളത്. ആ ഒരു ആശ്വാസത്തിലാണ്. കാരണം ഇന്നലെ ഇതിന് ഇരട്ടിയിലധികം വെള്ളം കൂടി ഉണ്ടായിരുന്നു. അതിന്ന് രാവിലേക്ക് ആയപ്പോഴേക്കും കുറേയൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ട്. ചെറുപുഴയിൽ ഉൾപ്പെടെ വെള്ളത്തിന്റെ അളവ്, ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ട്. അത് വലിയ ആശ്വാസം തന്നെയാണ്. മഴ തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യും. വേണുവിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.